ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്റ്റർ നന്ദുടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത്. നത്തിങ് ഫോൺ 2A ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഇത് ഓൾറെഡി ചൈനയിലേക്കായിരിക്കും ലാസ്റ്റ് ലോഞ്ച് ചെയ്യുക. അതിനുശേഷമേ ഇന്ത്യയിലേക്ക് വരുള്ളൂ എന്നൊരു ചെറിയൊരു നിഗമനമുണ്ട്. ചിലപ്പോൾ മാറും, ഗ്ലോബൽ ലോഞ്ചിങ് ആയിരിക്കും ഉണ്ടാവുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്ന് അറിഞ്ഞിട്ട് വരാം. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഒരു കണ്ടൻറ്റ് നത്തിങ് ഫോൺ 2A. ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല, ഇന്ന് നത്തിങ് ഫോൺ 2ൻ്റെ ഫസ്റ്റ് ഡീറ്റെയിൽസ് നമുക്കറിയാം. അതായത് നത്തിങ് ഫോൺ 2A എമുലെ ഡിസ്പ്ലേ വരുന്നുണ്ട്, 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, 6.7 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ എമുലെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അത്യാവശ്യത്തിന് നല്ല നീറ്റായിരിക്കും. മീഡിയടെക് ഡയമൻസിറ്റി 7200 ചിപ്സെറ്റാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 4920 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് വരുന്നത്. അത് 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് തരുന്നത്. അതേപോലെ തന്നെ 32 MBയുടെ സോണി IMX615 എന്ന് പറഞ്ഞ ഫ്രണ്ട് ക്യാമറ സെൻസറാണ് വെച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ 32 മെഗാ പിക്സലാണ് വരുന്നത് ഫ്രണ്ട് ക്യാമറ. ബാക്ക് ക്യാമറേൻ്റെ ഡിസൈന് ലേശം മാറ്റിയിട്ടുണ്ട്. 2 ഡബിൾ ക്യാമറയാണ് വരുന്നത്, 15 മെഗാ പിക്സലിൻ്റെ 2 ക്യാമറ. ഓക്കെ, 15 മെഗാ പിക്സൽ എന്ന് പറയുമ്പോൾ OIS അവൈലബിൾ ആണ്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ സാംസങ് JN1 സെൻസറാണ്, അൾട്രാവയലറ്റ് സെൻസറാണ് വെച്ചിരിക്കുന്നത്. സോ കുഴപ്പമില്ല. സാംസങ്ങിൻ്റെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, സാംസങ്ങിൻ്റെ സെൻസറെല്ലാം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഇനി ഇതിൻ്റെ അല്ലാതെ വേറൊരു പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ നത്തിങ് ഫോൺ 0.0 നത്തിങ് OS 2.5 ആണ് വരുന്നത്. ഇനി അതേപോലെ തന്നെ ആൻഡ്രോയിഡ് 14 ആണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇനി മൊത്തത്തിൽ ഓവറോൾ നമുക്ക് നോക്കാം. സോ നത്തിങ് ഫോൺ എന്ന് പറയുന്നത് വാല്യൂ ആണോ? ഒരു 25 ഈ പറയുന്ന ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് ഈ ഒരു 45,000-ലാണെങ്കിൽ ഈ ഫോൺ ഇന്ത്യയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരിക്കലും എടുക്കണ്ടേന്ന് ഞാൻ പറയുള്ളൂ. 45,000 രൂപയ്ക്ക് ഡയമൻസിറ്റി 7200 ചിപ്സെറ്റ് വെച്ചിട്ട് ഇത്രയും പ്രൈസ് അല്ലാതെ കുറഞ്ഞ പ്രൈസിന് നമുക്ക് റിയൽമീൻ്റെ ഉണ്ട്, സാംസങ്ങിൻ്റെത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ റിയൽമി, ഓപ്പോ, ഇതിലെല്ലാം നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ, കുറഞ്ഞ പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു 25,000 റുപ്പീസിനെല്ലാം നമുക്ക് കിട്ടുന്ന മൊബൈലുണ്ട്. അത് നിങ്ങൾക്ക് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഇത് 45,000 റുപ്പീസ് ആണെങ്കിൽ എടുക്കാത്തതായിരിക്കും നല്ലത്. നേരെ മറിച്ച് നിങ്ങൾ ഈ ഒരു മൊബൈൽ നിങ്ങൾക്ക് ഒരു 25,000 റുപ്പീസ് 30,000 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്നത് വേർത്താണ്. ഈ ഒരു സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നത് കാണുമ്പോൾ. അല്ലാതെ നിങ്ങളിതിപ്പോൾ ഒരു 45,000 രൂപയ്ക്കെല്ലാം ഇന്ത്യയിൽ ഫ്ലാഗ്ഷിപ്പ് മൊബൈൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇതെടുക്കാത്തതായിരിക്കും നല്ലത്. നത്തിങ് 2 എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലേക്ക് എന്തായാലും ലോഞ്ച് ചെയ്തിട്ടില്ല. അതിനു മുന്നേ ലീക്കായ സംഭവങ്ങളാണ്, റൂമേഴ്സ് പറയുന്നതാണ് ഇതെല്ലാം. ചിലപ്പോൾ റൂമേഴ്സ് പറയുന്നത് ചിലപ്പോൾ അതേപടി നടക്കാനുള്ള ചാൻസും ഉണ്ട്. എൻ്റെ ഒരു നിഗമനത്തിൽ ഞാൻ പറയുന്നതാണ്, ഇതിന് 45,000 റുപ്പീസ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നത്തിങ് ഫോണിൻ്റെ കൂടാരം തൂത്തുവാരേണ്ടി വരും. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നത്തിങ് ഫോണിന് ഇത്രയും നല്ല രീതിയിൽ വന്നിട്ട് അതിൻ്റെ പ്രൈസ് കുറച്ച് കൊടുക്കാതെ നല്ല റേറ്റ് കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ 8ൻ്റെ പണി നത്തിങ് ഫോണിന് കിട്ടും. അതിന് ഭേദം നിങ്ങൾ നത്തിങ് ഫോണ് ഒരു 25,000 25,000 30,000 രൂപയ്ക്കാണെങ്കിൽ ഓക്കെയാണ്, വേർത്താണ്, ഇത് എല്ലാവരും വാങ്ങും. എൻ്റെ ഒരു പ്രൈസ് ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. നത്തിങ് ഫോൺ 1 ഇറങ്ങി, നത്തിങ് ഫോൺ 1 ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയത്. 2 ഒന്നും അത്ര ട്രെൻഡിങ് ആയിട്ടില്ല, കാരണം ലൈറ്റ് കാര്യങ്ങൾ കുറച്ചിട്ടേ ഉള്ളൂ. വലിയ ആൾക്കാരെ അന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ നത്തിങ് ഫോൺ 2A ഇത് ഒന്ന് ആകർഷിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് ഇന്ന് പല ഡിഫറൻറ്റുകളും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് നത്തിങ്. കാരണം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നാമത് ക്യാമറ 2 ക്യാമറ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഡിസൈന് വേറെ, ക്യാമറേൻ്റെ
പൊസിഷൻ വരെ അവർ മാറ്റിയിട്ടുണ്ട്. സോ അത് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം സെയിം അല്ല ഫോണിൻ്റെ, അതേപോലെ തന്നെ ബോഡിക്കും വേറൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ നോർമൽ ഫോൺ മാതിരി മറ്റേ എന്താ പറയുക നത്തിങ് ഫോൺ 1, 2 മാതിരി നമ്മൾ എന്താ പറയുക പെട്ടി നമ്മളൊരു സ്ക്വയർ മാതിരിയുള്ള ഫോണല്ല. നമ്മൾ ഈ പറഞ്ഞ് ആ ഒരു കേവ് വരുന്നുണ്ട്. അതായത് സൈഡ് ആ നത്തിങ് ഫോണിൻ്റെ സൈഡിലെല്ലാം കേവ് വരുന്നുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. സോ ഗൈസ്, ഇത്ര കാര്യങ്ങളാണ് നത്തിങ് ഫോൺ ഇറങ്ങുമ്പോൾ വരാൻ പോകുന്നത്. ഇമേജ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കണ്ട ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ യുവർ ഫ്രണ്ട് മിസ്റ്റർ നന്ദു ടെക് സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.